വിഷു സ്പെഷ്യലായിട്ട് ഒരു സൂപ്പർ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കേണ്ട, 5 മിനിറ്റ് മാത്രം മതി ഇത് റെഡിയാക്കാൻ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 2 അച്ച് ശർക്കരയും പിന്നെ ഒരു പകുതിയും, അപ്പോൾ ടോട്ടൽ 2.5 അച്ച് ശർക്കരയാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൊത്തൊന്ന് വറുത്ത് വെക്കാം. കുറച്ച് തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇതാ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റവയാണ്. വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി സാധാരണ നമ്മൾ പത്തിലെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ചെറിയൊരു ചൂട് വേണം കേട്ടോ, തിളക്കുന്ന ചൂടല്ല, എന്നാലും ചെറിയൊരു ചൂട് വേണം. നമ്മൾ ഫസ്റ്റ് തന്നെ ശർക്കരപ്പാനി മെൽട്ടാക്കിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മൈദയും ഇതൊക്കെ സെറ്റാക്കുന്ന സമയത്തേക്ക് കുറച്ച് ചൂടാറിയിട്ടുണ്ടാവും. ആ ഒരു ചൂടിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം. 1/4 കപ്പ് ശർക്കരപ്പാനി ഈ 1 കപ്പ് മൈദക്ക് കറക്റ്റ് അളവാണ്. എന്നാലും നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, കുറച്ച് മതി, കൂടുതലായി പോരുത്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ആക്കാം. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിൽ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ കളറ് നല്ലോണം മാറി വരുന്ന സമയത്ത് ഒന്നും കൂടി മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം ഇതിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല ടേസ്റ്റാണ്, മധുരമൊക്കെ നല്ല കറക്റ്റ് മധുരമായിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അരി അരച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉള്ളിൽ ഇതുപോലെ നല്ല ആരൊക്കെ എടുത്തിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.